എഗെയിൻ ദിസ് ഇസ് ദിയ ഹിയോ. ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? എറണാകുളം ടു കോഴിക്കോട്, അതും നൈറ്റിലത്തെ ട്രെയിനിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 10:45 ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. എൻ്റെ ട്രെയിൻ 1:10 പിന്നെ എന്തിനാ ഞാൻ ഇത്ര നേരത്തെ മെട്രോ സ്റ്റേഷനിലെത്തിയെന്ന് ചോദിച്ചാൽ മെട്രോന്റെ സമയം 11 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മെട്രോ ഇല്ല, ബസ്സും ഇല്ല, ഒന്നുമില്ല. 11:30 ഞാൻ ഓർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ കൊതുകടിയും കൊണ്ട് ഒരു സിനിമയും കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ ചേച്ചി സാധാരണ പോലെ കുശലങ്ങളൊക്കെ ചോദിച്ച് അവസാനം ഏത് കമ്പാർട്ട്മെന്റാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ജനറലാണ്. എൻ്റെ യാത്രകൾ എപ്പോഴും അൺപ്ലാൻഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ജനറൽ ടിക്കറ്റ് ആണ് എടുക്കാറ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, ഞാൻ ജനറലാണ് പോകുന്നത്. അപ്പൊ ചേച്ചി എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം, എൻ്റെ കയ്യിലൊരു ടിക്കറ്റ് ഉണ്ട്, പോരുന്നോ കൂടെ? ആദ്യം ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവസാനം രാത്രി 1:30 സ്ലീപ്പർ. കിടന്ന് സുഖമായിട്ട് ഉറങ്ങിപ്പോരാം. എൻ്റെ മനസ്സും വീണു. ഞാനും സ്ലീപ്പർ പ്രതീക്ഷിച്ചു പോയി. പക്ഷേ ചെന്ന് നിന്നത് AC കമ്പാർട്ട്മെന്റ് കവാടത്തിൽ. മോനെ മനസ്സിൽ ലഡ് പൊട്ടി. പാതിരാത്രി 1:30 ഒരു ചേച്ചിയുടെ രൂപത്തിൽ എനിക്ക് പഠിച്ചൊരു ലോട്ടറി. അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ 6 മണി ആയപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിലെത്തി. ആ ചേച്ചീനെ വിളിച്ച് എന്നേപ്പിച്ച് ഞാനും ചേച്ചിയും കൂടെ പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് ചേച്ചിയുടെ ബസ്സും കയറി, ഞാൻ എൻ്റെ ബസ്സും കയറി. 8 മണിയൊക്കെ ആയപ്പോൾ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിറങ്ങി. എന്നിട്ട് എൻ്റെ നാടായ തോട്ടുമുക്കത്തിലേക്കുള്ള ബസ് കയറി. 8:30 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. എനിക്ക് വേണ്ടി കാത്തിരുന്ന പുട്ടും പഴവും അകത്താക്കി എൻ്റെ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ബൈ.